ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഒരു അടിപൊളി അയല റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കണേ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അയല റോസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അയല റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്ക് അയല റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ 5 അയലയാണ് കേട്ടോ എടുത്തേക്കണത്. 2 വലിയ അയലയും 3 ചെറിയ അയലയാണ് കേട്ടോ. അപ്പോൾ അതാ 5 അയലയാണ് ഇവിടെ എടുത്തേക്കണത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അയലയിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അതിനിതാ 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഇച്ചിരി കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി കുരുമുളക് പൊടി. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഇച്ചിരി വിനീഗറോട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി വിനീഗറോട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീനിലേക്ക് നല്ലോണം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ മുളകൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കുകയുള്ളൂ. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതായാലും നമുക്കിവിടെ മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് കൊടുക്കാം. ഇതാ 3 സവാള, 1 തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇനി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. സവാളയൊക്കെ നല്ലോണം നൈസായിട്ട് അരിയണം കേട്ടോ. നല്ലോണം വഴണ്ടി കിട്ടാൻ നല്ലോണം നൈസായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത്രയും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ അതാ സവാള എല്ലാം അരിഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണ് കേട്ടോ 3 സവാള എടുത്ത്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കി വിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അയല വറുക്കാനിടാം. അപ്പോൾ അതാ ചട്ടി ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായി വന്നപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഞാൻ നല്ലോണം ഒന്ന് ചൂടാവണം. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചൂടായി ഒന്ന് തുടങ്ങി കേട്ടോ. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ വറുത്ത് കോരിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അയല അത് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ അയലയും വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് സവാള വാട്ടാൻ വയ്ക്കാം. അപ്പോൾ അതാ ചട്ടിയുടെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 ഉലുവ പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതാ 2 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം അപ്പോൾ അതാ ഉലുവ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഉലുവ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം. അതാ ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു വന്നു കേട്ടോ. തക്കാളിയും സവാളയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു വന്നു. നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. അത് വേകുമ്പോഴത്തേക്കും എന്താ ഒരു കുഞ്ഞുണ്ട പുളി, വാളംപുളിയാണ്. ഇതിനി വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കുതിർത്തി ഇതിൻ്റെ ചാറ് എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പുളി റെഡി ആയിക്കൊണ്ട് വരാം. അപ്പോൾ ദാ സവാള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ടല്ലേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ അതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ.
നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെതാ കുറച്ച് കുരുമുളക് പൊടി. ഇനി നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം മൂത്ത് വരട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ആദ്യം പുളി എടുത്തത് വെള്ളത്തിലിട്ട് ഞവടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം. വെള്ളമോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ മീനും ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ അതാ മീനിട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതതിൻ്റെ മേലിലേക്ക് ഈ ചാറ് നല്ലോണം കോരി ഒഴിച്ച് കൊടുക്കണം. ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അതിൻ്റെ ചാറയ്ക്കും നല്ലോണം വറ്റി വരും. ചെറിയൊരു ഗ്രേവി പോലെ ആവണം. അപ്പോൾ അതാ 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അയല റോസ്റ്റ് ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ അയലമീൻ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി അയല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.